ഹായ്. ഇപ്പം ഞാനിന്ന് നല്ല പുളിഞ്ചിക്ക അച്ചാറിൻ്റെ വീഡിയോയാണ് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ പുളിഞ്ചിയിൽ നിന്ന് പറിച്ച പുളിഞ്ചിക്ക കൊണ്ട് നല്ലൊരു സൂപ്പർ അച്ചാറിടാനാണ് പോകുന്നത്. അതുപോലെ തന്നെ കുറച്ച് വെയിലത്ത് ഉണക്കാനിടാനായിട്ടും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു വീഡിയോയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അച്ചാറിടുന്ന വീഡിയോയിലേക്ക് പോയാലോ? അപ്പം അച്ചാറിടാനായി ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചു. ഗ്യാസ് കത്തിച്ചു. ഈ നല്ലെണ്ണ, പൗത്രത്തിൻ്റെ നല്ലെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. നല്ലെണ്ണ കുറച്ചേ ഉള്ളൂ. മോളെ, നല്ലെണ്ണ വേറെ ഇരിപ്പുണ്ടടി ഇവിടെ, ഇതല്ലേ ഉള്ളു. നല്ലെണ്ണ ആണ് ഒഴിച്ചത്. അതിലേക്ക് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കടുക്, എണ്ണ ചൂടായി അപ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കടുക് ഇടാം. കറിവേപ്പ് കൂടി ഇടാം. പിന്നെ ആവശ്യത്തിനുള്ള നല്ല വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി അച്ചാറിലേക്ക് എത്ര ചേർത്താലും നല്ലതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ അച്ചാറിടുമ്പോൾ ശകലം ഇഞ്ചി കൂടി ചേർത്താൽ നല്ലതാണ്. ഏത് അച്ചാറിനായാലും ശകലം ഇഞ്ചി കൂടി ചേർത്താൽ നല്ലതാണ്. പണ്ട് പുളിഞ്ചിക്കായ്ക്കും ചക്കയ്ക്കും ഒന്നും ഒരു മാറ്റില്ലായിരുന്നു. ഇപ്പം ചക്ക ഏതെല്ലാം അസുഖത്തിന്, ഇങ്ങേയറ്റം ക്യാൻസറിന് പോലും പ്രതിരോധ ഇതുണ്ടെന്നാണ് പറയുന്നത് ചക്ക കൊണ്ട്. അതുപോലെ നമ്മുടെ പുളിഞ്ചിക്ക ഇവിടെ നമ്മളെ പണിക്ക് ജോലിക്കാർ വയ്ക്കുമ്പം അവരൊരു ചെറിയ പുളിഞ്ചിക്ക പിടിച്ച് വരുമ്പം വരെയും പണിക്കാർ പറിച്ച് തിന്നുമായിരുന്നു. കാര്യം കൊളസ്ട്രോളിനൊക്കെ ഏറ്റവും നല്ല ഇതെന്നാണ് പറയുന്നത് പുളിഞ്ചിക്ക. അതുപോലെ ഈ ഓരോ അസുഖങ്ങൾക്കും പ്രതിരോധ ശക്തിയുള്ള സാധനങ്ങളാണ് ഓരോന്നും. അതുപോലെ ഈ പുളിഞ്ചിക്കായ്ക്കും അതുപോലെ പ്രതിരോധ ഇതുള്ളതാണ്. നമ്മളൊന്നും അറിയാതെ പോകുന്നു. പുളിഞ്ചിക്ക ഞാൻ കുറച്ച് അച്ചാറിടുന്നു. ബാക്കി കുറേ ഞാൻ ഉണക്കാനായിട്ട് അരപ്പ് പുരട്ടി വെച്ചിരിക്കുകയാണ്. അത് കൊണ്ടുവന്നിപ്പോൾ നമുക്ക് വെയിലത്തേക്ക് ഇടണം. ഇത് നമുക്കിപ്പോൾ അച്ചാറിടാനായിട്ട് ഞാൻ ഉപ്പും കായവും ഇട്ട് വെച്ചേക്കുന്നതാണ്. ഇത് ഉപ്പും കായവും മുളക് പൊടി ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പം വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ബ്രൗൺ നിറമായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. അപ്പം അതിലേക്ക് നമുക്ക് അതിലേക്കിടാം. കുറച്ച് മുളക് പൊടിയാണ് ഇടുന്നത്. കുറച്ച് മുളക് പൊടി ഇട്ടു.
അതിനിടയ്ക്ക് തന്നെ ഒരു സാധനം കൂടി ഇടാൻ ഞാൻ മറന്നുപോയി. കടുവറുത്തപ്പോഴത്തേക്ക് നമ്മൾ ഈ കാറ്റ് കാരണം നമ്മുടെ ഈ വാതിലിലെ കതവ് പെട്ടെന്ന് വന്നങ്ങ് അടയും. അപ്പോൾ ഗ്യാസിൻ്റെ ഈ ഉലുവ അതിലേക്ക് ഇട്ടു. അപ്പോൾ ഈ കതവ് വന്നിങ്ങനെ അടയ്ക്കാൻ തുറക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ ഗ്യാസിൻ്റെ ഗ്യാസ് അങ്ങ് അണയുന്നു. കാര്യം കാറ്റകത്തേക്ക് വന്ന് അടുപ്പ് എപ്പോഴും അണയാനുള്ള സാധ്യത, അതാണ് അതിലോട്ടുള്ള ശ്രദ്ധ പോകുന്നത്. അപ്പോൾ മുളക് പൊടി ഞാനിട്ടു. ഇനി ഞാൻ ഇത്തിരി ഈസ്റ്റൻ്റെ അച്ചാർ പൊടി കൂടി ചേർക്കുകയാണ്. ഞാൻ മുമ്പൊന്നും അച്ചാറിടുമ്പം അച്ചാർ പൊടി ഒന്നും ചേർക്കാറില്ലായിരുന്നു. അപ്പം അച്ചാർ പൊടി ഇപ്പം മരുമോയിൽ പോകാനായിട്ട് അച്ചാറിട്ടപ്പോഴത്തേക്ക് മേടിച്ച അച്ചാർ പൊടി ഇപ്പം ഈ ഇടയ്ക്കല്ലേ അവൻ പോയത്. അപ്പം ഇനി ഇരുന്നാലും അത് അങ്ങനെ ഞാൻ അതിൽ നിന്ന് ഇത്തിരി അച്ചാർ പൊടി കൂടി അതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് അതൊന്ന് അതിൻ്റെ പച്ചപ്പ് മാറാനായിട്ട് നമ്മൾ ഈ കായം എന്ന് പറയുന്നത് പൊടിക്കായം ചേർക്കുന്നതും കട്ടക്കായം ചേർക്കുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേക മണമാണ്. കട്ടക്കായമാണ് എപ്പോഴും അച്ചാറിനും എല്ലാത്തിനും നല്ലത്. ഞാൻ കട്ടക്കായം കൂടെ എവിടെയോ കൊണ്ടുവച്ചു. ശകലം കട്ടക്കായം കൂടി വേണമെങ്കിൽ അതിലേക്ക് ഇട്ടിരുന്നാൽ അത് അച്ചാർ ഇരുന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് അലിഞ്ഞരിഞ്ഞ് ചേർന്നോളും. പൊടിക്കായം ചേർത്തിട്ടുണ്ട്. കട്ടക്കായം കൂടി ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമ്മൾ ഗ്യാസ് ആ പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് ഗ്യാസ് എപ്പോഴും നല്ല ഇതായിട്ട് തീ കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം. അപ്പം ഇത് ഒരു ശകലമേ ഉള്ളായിരുന്നു. അത് കൂടുതൽ നമ്മൾ ചേർക്കാതിരിക്കുന്നതാണ്, വിനാഗിരി ചേർക്കാതിരിക്കുന്നതാണ് ഇത്. എന്നാലും ഒരു ശകലം ഉണ്ടായിരുന്നു, ഞാനൊരു അതേ ചേർത്തിട്ടുള്ളൂ, കൂടുതലായിട്ട് ചേർക്കുന്നില്ല, അത് മതി. വിനാഗിരി വേറെ ഇരിപ്പൂലല്ലോ മാളൂ, ആ കുപ്പിയിലൊരു ശകലം ഉള്ളതിലുള്ളായിരുന്നു. ഇതിലുള്ള വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് അങ്ങ് ചരിക്കാം. ഇന്നലെ ഉപ്പും കായവും ഇട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ ആ ഉപ്പ് അലിഞ്ഞതിൻ്റെ ആ ഒരു വെള്ളം ഗ്യാസ് അണഞ്ഞ്. അതങ്ങനെയാണ്, കാറ്റടിക്കുമ്പോൾ ഉടനെ ഗ്യാസ് അണയും. കാറ്റകത്തേക്ക് ഒഴിയോ ഭയങ്കര ഒരു ഇതായിട്ട് വന്നിരിക്കുകയാണ്. അത് ഈ മണ്ടയിലും നമുക്ക് ഈ കാറ്റകത്തേക്ക് വരാനുള്ള ഈ കമ്പി അടിച്ചേക്കുന്നത് കൊണ്ട് ഭയങ്കര ഒരു പ്രശ്നമായിട്ടിരിക്കുകയാണ്. ഭയങ്കര കാറ്റല്ലേ ഇപ്പം, അതുകൊണ്ട് ഗ്യാസ് അങ്ങ് അണഞ്ഞ്. കാറ്റ് ഈ ഇവിടെ വാതിലിൻ്റെ അവിടെ ഗ്യാസ് ഇരിക്കുന്നത് കൊണ്ടും എപ്പോഴും ഇത് അണയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ തിളയ്ക്കട്ടെ. എനിക്ക് ഈ അച്ചാർ, ഞാനങ്ങനെ കല്യാണത്തിന് പോയാലും എവിടെ പോയാലും ഞാനങ്ങനെ അച്ചാറുകൾ ഞാൻ കൂട്ടാറേ ഇല്ല. പക്ഷേ ഈ അച്ചാർ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ചോറ് കഴിക്കാനായാലും എന്തിനായാലും പുളിഞ്ചിക്ക അച്ചാർ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് നമ്മുടെ പുളിഞ്ചിക്ക അതിലേക്ക് തട്ടാം. നമ്മുടെ വീട്ടിൽ തന്നെ പുളിഞ്ചിക്ക ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു ഇതാണല്ലേ. നമ്മുടെ വീട്ടിൽ നിന്ന് ഏതൊരു സാധനമായാലും അത് ഒന്ന് പറിച്ചെടുത്ത്
ഇങ്ങനെയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരിതൊന്ന് വേറെ തന്നെയാണ്. ഇതിപ്പം 3ാമത്തെ ട്രിപ്പ് അങ്ങോട്ടാണ് കായ്ക്കുന്നത്. മിക്കവാറും അതിൽ കായ് ഇങ്ങനെ കായ്ക്കും, അത് തീരും, വീണ്ടും പൂക്കും കായ്ക്കും. ഞാൻ പിരിവിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു വീട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പം ഞാൻ പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അച്ചാറിടാനായിട്ട്. ഇപ്പം ഞാനൊരു തൈ മേടിച്ച് നട്ടതാണ്. അപ്പം അതിൻ്റെ കുറേ കമട്ടങ്ങളൊക്കെ വീട് പണിയൊക്കെ ആയപ്പോഴും അങ്ങോട്ട് ചാഞ്ഞ് കിടന്നതൊക്കെ പോയി. അപ്പോൾ ഇപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിലാക്കണം. തീ എപ്പോഴും കുറച്ച് എണ്ണ വെക്കണം. അപ്പം നമ്മുടെ പുളിഞ്ചിക്കാച്ചാർ റെഡി ആയിട്ടുണ്ട്. സൂപ്പറാണ് കേട്ടോ. എല്ലാം കറക്റ്റായിട്ടുണ്ട്, അടിപൊളിയാണ്. അപ്പം നിങ്ങളും പുളിഞ്ചിക്കാച്ചാർ ഇടാൻ നോക്കുക. കാര്യം നമ്മുടെ അസുഖങ്ങൾക്കും കൊളസ്ട്രോളൊക്കെ ഉണ്ടാവാതിരിക്കുന്നതിനും ഉള്ളവർക്കും എല്ലാം നല്ല ഒരിതാണ് പുളിഞ്ചിക്കാച്ചാർ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ പുളിഞ്ചിക്കാച്ചാറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ അപ്പോൾ ഇനി നമുക്ക് പുളിഞ്ചിക്ക വെയിലത്തിടാനും കൂടിയുണ്ട്, അതും കൂടി കാണിക്കാം. പുളിഞ്ചിക്ക കണ്ടോ, പുളിഞ്ചിക്ക ഇനി ഇഷ്ടം പോലുണ്ട്. ഇത് കണ്ടോ, ഇത് രണ്ടാമത് പിടിച്ചതോ 3ാമത് പിടിച്ചതോ ആണ്. ഇത്രയും ഇനി ഇതുപോലെ അവിടെ കുറേ ഒരെണ്ണത്തിൽ ഇരിപ്പുണ്ട്. ഞാൻ ബക്കറ്റിൽ വെള്ളത്തിൽ കഴുകിയിട്ട് അതിൽ നിന്ന് കുറച്ച് തോരാനായിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്. പുളിഞ്ചിക്ക എന്തെല്ലാം അസുഖങ്ങൾക്ക്, കൊളസ്ട്രോളിന്, അങ്ങനെ പല അസുഖങ്ങൾക്കും ഏറ്റവും നല്ലൊരു മരുന്നാണിപ്പം. ഇവിടെ ജോലിക്കാർ ആര് വന്നാലും എൻ്റെ പിഞ്ച് വരുമ്പോഴേ പറിച്ച് തിന്നും. ഇപ്പോൾ പണിക്കാർ വന്നപ്പം അച്ചാറിടാൻ പറിച്ചുകൊണ്ട് പോയി. പിന്നെ ഇത് 3ാമത്തെ ട്രിപ്പാണ്. ഇത് വലിയൊരു പാത്രത്തിലാണ് ഇരിക്കുന്നത്, കണ്ടോ. പിന്നെ ഇനിയും കുറച്ചുകൂടി ഇരിപ്പുണ്ട്, കണ്ടോ. പുളിഞ്ചിക്ക, പണ്ട് പുളിഞ്ചിക്ക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു മാറ്റില്ലായിരുന്നു. പുളിഞ്ചിക്ക നമ്മൾ ഏത് അച്ചാർ വെച്ച് നോക്കിയാലും പുളിഞ്ചിക്ക അച്ചാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അതൊന്ന് വേറെയാണ്, നല്ലതാണ്. എനിക്ക് അച്ചാറിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പുളിഞ്ചിക്ക അച്ചാറാണ്. അതുപോലെ തന്നെ കായപ്പൊടിയും ഉപ്പും മുളകും ഒന്ന് ചേർത്ത് ഉണക്കി വെച്ചിരുന്നാൽ അത് ഉണക്കി നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കാം. അതിൻ്റെ ടേസ്റ്റ് അതൊന്ന് വേറെ. അപ്പം കണ്ടോ, പുളിഞ്ചിക്ക ഏത് രീതിക്ക് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. മീനിലിടാം, ഏത് രീതിക്ക് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പണ്ട് ഉള്ള ഒരേ സാധനങ്ങളും ഇപ്പോൾ എന്തെല്ലാം, ചക്ക പണ്ട് ഒരു മാറ്റവും ഇല്ലാത്തൊരു സാധനമായിരുന്നു, ഇപ്പോൾ എന്തെല്ലാം ഉപയോഗമുണ്ട്. അതുപോലെ തന്നെ ഒരേ സാധനങ്ങൾക്കും ഓരോ മാറ്റി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം പുളിഞ്ചിക്ക ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കണം. പുളിഞ്ചിക്ക ഉണക്കാൻ ഇവിടെ നല്ല വെയിലാണ്. ഉണക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഓ, ഇത് എത്ര പ്രാവശ്യം എടുത്ത് നൂത്തിട്ട് ഇങ്ങനെ ഒരു കാറ്റുണ്ടാ പിന്നെ. ഓ, ഇങ്ങനത്തെ ഒരു ചൂട്. അപ്പം ഞാൻ പുളിഞ്ചിക്ക വെയിലത്തിട്ടേക്കുന്ന ഇത് ഞാൻ കാണിച്ചല്ലോ, അത് വെയിലത്തിട്ടതിന് ശേഷം ഞാൻ പിടിച്ചതാണ്. അപ്പം പുളിഞ്ചിക്ക അച്ചാറിട്ടതും അത് ഉണക്കാനിട്ടതിൻ്റെയും വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് എൻ്റെ ഇന്നത്തെ രാവിലത്തെ എൻ്റെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ട് കാണും. നമുക്ക് ഇതുകൊണ്ട് എന്തെല്ലാം ഉപയോഗങ്ങളുണ്ടെന്നും നമുക്ക് കൊളസ്ട്രോളിനും എല്ലാത്തിനും ഒരുപാട് ഉപയോഗപ്രദമായ ഒരു സാധനമാണ് പുളിഞ്ചിക്ക. അപ്പം നിങ്ങൾ നിസ്സാരമാക്കി കളയരുത് ഈ പുളിഞ്ചിക്കായെന്നും. നമ്മുടെ ചക്ക എന്തുമാത്രം ഗുണപ്രദമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പം
അതുപോലെ നമ്മുടെ വീട്ടിലുള്ള ഓരോ സാധനങ്ങളുടെയും അത് എന്തുമാത്രം ഉപയോഗം ഉള്ള സാധനമാണെന്ന് നമ്മൾ ഇപ്പോഴാണ് ഓരോന്നും തിരിച്ചറിയുന്നത്. അപ്പം എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോഴും തന്നെ കിട്ടും. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബായ്.